സോ ഗുഡ് ഈവനിങ് ഓൾ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞ മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് ട്രാൻസിസ്റ്ററിലേക്ക് തന്നെ തുടങ്ങാം. ഡയോഡ് അറിഞ്ഞാലേ ഞാൻ ഈ പഠിപ്പിക്കുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമെന്നോ അങ്ങനെ ഒരു ഇതില്ല. ഞാനിവിടെ എടുക്കുന്നത് ഫ്രം ദ ബേസ് ആണ്. അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ നമുക്ക് SSD അറിയാമെങ്കിൽ കുറച്ച് എളുപ്പമായെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ അതിൽ കാര്യമില്ല. ഇവിടെ ഫ്രം ദ ബേസ് ആണ് എടുക്കുന്നത്. തുടക്കത്തിൽ ഒരു 1-2 ഇക്വേഷൻസ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കേണ്ടി വരും, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു 1-2 ക്ലാസ് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് നിങ്ങൾ ആ ഫ്ലോയിലേക്ക് എത്തും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ട്രാൻസിസ്റ്ററിന് നമ്മൾ ആദ്യം തന്നെ നമുക്ക് അതിന്റെ സിംബൽസിനെ ഫെമിലറൈസ് ചെയ്ത് പോകാം. അപ്പം നിങ്ങൾക്കറിയാം BJT എന്ന് പറയുമ്പോൾ തന്നെ രണ്ടായിട്ടാണ് അല്ലേ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. BJT എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് ആണ്. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ്. ഓക്കെ, ശരിക്കും ഈ BJT എന്തുകൊണ്ട് BJT എന്ന് വിളിക്കുന്നു? എന്തുകൊണ്ട് ഇത് യൂണിപോളാർ ആണോ ബൈപോളാർ ആണോ? ഇതിനകത്ത് കാരിയേഴ്സ് ഏതാണ്? ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് വീണ്ടും സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിലാണ് കേട്ടോ. SSDയിലാണ് അതിനെപ്പറ്റിയുള്ള ഇൻഡെപ്ത് സ്റ്റഡി, കാരിയേഴ്സിനെ പറ്റിയുള്ള ഇൻഡെപ്ത് സ്റ്റഡി നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇവിടെ ഞാൻ പറയുന്നില്ല, SSDയിൽ നമ്മളത് ഇൻഡെപ്തിൽ പഠിക്കും. ഓക്കെ, ഇപ്പം BJT ശരിക്കും രണ്ടായിട്ടാണ് നമ്മളിവിടെ, നമുക്കെല്ലാം അറിയാം അല്ലെ. NPN ടൈപ്പ് ട്രാൻസിസ്റ്റർ ഉണ്ട് ആൻഡ് ഓൾസോ PNP ട്രാൻസിസ്റ്ററും ഉണ്ട്. ഓക്കെ, അപ്പൊ ശരിക്കും ഈ ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് രണ്ട് ഡയോഡിനെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ട്രാൻസിസ്റ്റർ ഉണ്ടാവുന്നത്. ഡയോഡിന്റെ സിമ്പിൾ എല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ പറഞ്ഞു ഡയോഡിന്റെ ഒരുപാട് കാര്യങ്ങളൊന്നും അറിയണ്ട, പക്ഷെ നമുക്ക് ആ ഒരു സിമ്പിൾ ഒക്കെ അറിയണം. ഇതാണ് ഡയോഡിന്റെ സിമ്പിൾ. ഓക്കെ, ഈ സൈഡ് എന്ന് പറയുന്നത് P സൈഡ് ആൻഡ് ഈ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് N സൈഡ് എന്ന് പറയും. Pയും Nഉം, PN ഡയോഡ്, PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ രണ്ട് ഡയോഡുകൾ കണ്ടോ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ട്രാൻസിസ്റ്റർ, അങ്ങനെയാണ് ഈ ട്രാൻസിസ്റ്റർ ശരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം NPN ട്രാൻസിസ്റ്റർ ഉണ്ട്, PNP ട്രാൻസിസ്റ്റർ ഉണ്ട്. നിങ്ങൾ നോക്കിക്കേ, ആദ്യം ഇവിടെ കാണിക്കുന്നത് NPN ആണ്. NPN എന്ന് പറയുമ്പോൾ കണ്ടോ N ദെൻ P. അപ്പൊ ഇതാണ് ഡയോഡിന്റെ N ദെൻ P, ദെൻ Pയും Nഉം. അപ്പം സോ അഗെയിൻ P വരും, പിന്നെ N വരും. അപ്പൊ ഇതിനെ ഇങ്ങനെ ഒരുമിച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും NPN കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്യുന്നത്. ഇനി ഇതൊക്കെ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് വേണ്ടിയത് ഈ സിമ്പിൾ ആണ്. ഓക്കെ, മറക്കരുത്, ഇത് ഒരിക്കലും ഈ സിമ്പിൾ അങ്ങോട്ടേക്ക് മാറിപ്പോവുകയും ചെയ്യരുത്. NPN ട്രാൻസിസ്റ്ററിന്റെ സിമ്പിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 3 ടെർമിനലാണ് ട്രാൻസിസ്റ്ററിന്. എത്ര ടെർമിനലാണ്? 3 ടെർമിനൽ ആണുള്ളത്. കണ്ടോ, ഒരു ടെർമിനൽ ഇത്, രണ്ടാമത്തെ ടെർമിനൽ ഇത്, തേർഡ് വൺ ഇത്. ഓക്കെ, ആ മൂന്നാമത്തെ ടെർമിനലിൽ ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്. ആ ആരോ മാർക്ക് എവിടേക്കാണ് പോയിന്റ് ചെയ്യുന്നത്? ആരോ മാർക്ക് പുറത്തേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, 3 ടെർമിനൽ ഉണ്ട്. ഈ 3 ടെർമിനലിന്റെ പേര് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലെ. ഈ ടെർമിനലിനെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? ഓക്കെ, ബേസ്, ദിസ് ഈസ് കളക്ടർ ആൻഡ് ദിസ് ഈസ് എമിറ്റർ. ഓക്കെ, എമിറ്റർ. ഓക്കെ, ഇനി ആരോ ഹെഡ് ഉള്ളത് ഏതിലാണ്? എമിറ്റർ ടെർമിനലിലായിരിക്കും നമ്മൾ ആരോ ഇടുന്നത്. ആരോ ഹെഡ് ഇങ്ങനെ പുറത്തേക്കാണ് പോയിന്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് ഏതിന്റെ സിമ്പിൾ ആണ്? NPN ആണ്. PNPയിലേക്ക് വരുമ്പോഴും 3 ടെർമിനൽ ഉണ്ട്, അതിനൊന്നും ഒരു വ്യത്യാസമില്ല. ഇതിനെ ബേസ് ടെർമിനൽ എന്ന് പറയും, ഇത് കളക്ടർ ടെർമിനൽ. ആരോ ഉള്ള ടെർമിനൽ ഏതാണ്? എമിറ്റർ. ഓക്കെ, പക്ഷെ ഒരേ ഒരു വ്യത്യാസം എന്താണ്? ഇവിടുത്തെ ആരോ മാർക്ക് എന്ന് പറഞ്ഞാൽ ഇൻവേർഡ് ഉണ്ടോ, അകത്തേക്കാണ് ഈ ആരോ മാർക്ക് ഇരിക്കുന്നത്. അപ്പൊ ഇതാണ് PNPയുടെ സിമ്പിൾ. ഓക്കെ, അപ്പൊ ഈ ഒരു 2 സിമ്പിളാണ് നിങ്ങൾ ഈ സ്ലൈഡിൽ ആകെ ഓർത്ത് വെക്കേണ്ടത്. ഇതിന്റെ ബ്ലോക്കും കാര്യങ്ങളും ഒന്നും വേണ്ട. സിമ്പിൾ പരീക്ഷയ്ക്ക് ചോദിക്കില്ല, പക്ഷെ ഇനി നമ്മൾ ചെയ്യുന്ന പ്രോബ്ലത്തിലൊക്കെ ഒരു ട്രാൻസിസ്റ്റർ തരുമ്പം PNP ഏതാ NPN ഏതാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അല്ലാതെ ഈ ഡയോഡിന്റെ ഒരു ബാക്ക് ടു ബാക്ക് കണക്ഷൻ ഒന്നും അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾക്ക് ആ ഒരു ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 2 ഡയോഡ് ഇങ്ങനെ കണക്ട് ബാക്ക് ശരിക്കും എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. കണ്ടോ, ഇവിടെ ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. NPN ബേസ് ഉണ്ട്, കളക്ടർ ഉണ്ട്, എമിറ്റർ ഉണ്ട്. PNPക്കും ബേസ് ടെർമിനൽ ഉണ്ട്, കളക്ടർ ടെർമിനൽ ഉണ്ട്, എമിറ്റർ ടെർമിനലും ഉണ്ട്. എന്താ വ്യത്യാസം? ആരോ ഹെഡ് മാത്രം നിങ്ങൾ നോക്കുക. ഓക്കെ, സോ ഇത് ആ ഒരു ഡയോഡിന്റെ ഫോമിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുവാണ് ഇത് രണ്ടും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഒന്ന് നോക്കി വിടുക, അത്ര മാത്രമേ ഉള്ളൂ. നോട്ട്ബുക്കിലൊന്നും ഇത് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ 2 സിമ്പിൾ PNP ആണ്, ഒരെണ്ണം NPN ആണെന്നൊന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതും ശരിക്കും ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ തന്നെ വേറൊരു രീതിയിൽ അതിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ അല്ലെ. സെയിം അല്ലേ. കണ്ടോ, ഇതൊരു ഡയോഡ്, ഇത് P, ഇത് N ഭാഗം. കണ്ടോ, ഇത് P, ദെൻ ഈ ലൈൻ എന്ന് പറയുന്നത് ഈ N. കണ്ട, എന്നിട്ട് നമ്മൾ എന്താ ഇതിനെ ഇങ്ങനെ ഒരുമിച്ച് വരച്ചിരിക്കുക. ഈ ടെർമിനൽ ബേസ്, മുകളിൽ ഈ ടെർമിനൽ കളക്ടർ, ഇത് എമിറ്റർ. സിമിലർലി PNP NPN 2. അപ്പൊ ഇതിനെ ഒരുമിച്ച് വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് വരയ്ക്കുമ്പോൾ ഈ Pയും കൂടി ഒരുമിച്ച് കൊണ്ടുവന്നു. അപ്പൊ അത് ഒരു P ആയി. കണ്ട, പിന്നെ ഈ N, ദെൻ EN. കണ്ട, സോ NPN ട്രാൻസിസ്റ്റർ. ഇങ്ങനെയാണ് ആ ഒരെണ്ണം ഫോം ചെയ്യുന്നതിന്റെ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി
ഇവിടെ ഞാൻ പറയുന്നത് നമ്മൾ SSD അല്ല പഠിക്കുന്നത്, സർക്യൂട്ട്സിലേക്ക് വരുവാണ്, നമ്മൾ ഡയറക്റ്റ് സർക്യൂട്ട്സിലേക്ക് എൻട്രി ചെയ്യുവാണ്. അപ്പം കുറച്ച് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകാം, 3 ടെർമിനൽ കറണ്ടുകൾ ഉണ്ട് അല്ലെ. 3 ടെർമിനൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ബേസ് ഉണ്ട്, കളക്ടർ ഉണ്ട്, എമിറ്ററും ഉണ്ട്. അപ്പൊ ഈ ബേസിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് ബേസ് കറണ്ട് എന്ന് പറയും. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് IB, I സഫിക്സ് ബി. ഇവിടെ സ്മോൾ ലെറ്റർ എഴുതാൻ ശീലിക്കുക കേട്ടോ. സ്മോൾ ലെറ്റർ എഴുതാ, ക്യാപിറ്റൽ എഴുതുമ്പോഴത്തേക്ക് അതിന് വേറൊരു മീനിങ്ങിലേക്കൊക്കെ പോകും. നമ്മൾ ലേറ്റർ ഓൺ സർക്യൂട്ട്സിൽ പഠിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ കളക്ടർ ടെർമിനലിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ IC എന്ന് റെപ്രസെന്റ് ചെയ്യും. എമിറ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ IE എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഈ കറണ്ട് ഫ്ലോ എങ്ങനെയാണെന്നുള്ളതൊക്കെ വീണ്ടും SSDയിലാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ ചെറിയൊരു സ്ലൈഡ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, ഓർക്കുന്നുണ്ടാവും നിങ്ങൾ. ഒരു NPN ട്രാൻസിസ്റ്ററിന് ഇങ്ങനെ കുറെ ഇലക്ട്രോൺസും ഹോൾസും ഒക്കെ വെച്ചിട്ടുള്ള പടം നമ്മൾ SSDയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഫോർവേഡ് ബയസ് ചെയ്യുമ്പോൾ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നതായിട്ടൊക്കെ, അതെല്ലാം SSDയിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് ആ സർക്യൂട്ട്സിന് വേണ്ടിയ കാര്യങ്ങൾ വെച്ചാണ് ഞാൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ ബേസ് കറണ്ട് ഉണ്ട്, കണ്ട, കളക്ടർ കറണ്ട് ഉണ്ട്, എമിറ്റർ കറണ്ടും ഉണ്ട്. സോറി, IE ആണ്, സ്മോൾ ലെറ്റർ ഉപയോഗിച്ചോളൂ. പക്ഷെ ചിലയിടങ്ങളിൽ ഈ എമിറ്ററിന് നോർമലി I ക്യാപിറ്റൽ E വെച്ചും ഡിനോട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ബേസിന് കഴിയുന്നതും ആ ഒരു സ്മോൾ ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യാം. പക്ഷെ ഇവിടെ നിങ്ങൾ കുഴപ്പമില്ല, ഈവൻ IB വെച്ചിട്ട് ഇപ്പം നിങ്ങൾ തൽക്കാലം ഒരു IB വെച്ച് നിങ്ങൾ റെപ്രസെന്റ് ചെയ്താലും അത് കുഴപ്പമില്ല. ബിക്കോസ് നമ്മളിവിടെ എക്സാമിനേഷന് ഫൈനൽ ആൻസർ മാത്രം മതി. ഇപ്പൊ ഞാൻ ചിലയിടങ്ങളിൽ അത് റെപ്രസെന്റ് ചെയ്യും, അത് IBയും ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യും. അത് കുഴപ്പമില്ല. ഇപ്പോൾ ലേറ്റർ ഓൺ വരുമ്പോഴത്തേക്കും ആ ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇവിടെ ബേസ് കറണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഡയറക്ഷൻ ഓഫ് കറണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. എപ്പോഴും ഈ ഡയറക്ഷൻ ഇങ്ങനെ പഠിക്കുക. ഈ ഡയറക്ഷൻ എങ്ങനെയാ വരുന്നതെന്ന് പറഞ്ഞാൽ വീണ്ടും SSDയിലെ ഇലക്ട്രോൺസിന്റെയും ഹോൾസിന്റെയും ഫ്ലോയുടെ ഡയറക്ഷൻ വെച്ചിട്ടാണ് കേട്ടോ ഈ കറണ്ടിന്റെ ഫ്ലോ എല്ലാം വരുന്നത്. അതെല്ലാം നമ്മൾ SSDയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഇലക്ട്രോൺസ് ഫ്ലോ, ഈ ഒരു കറണ്ടിന്റെ ഡയറക്ഷൻ ഓർത്ത് വെക്കാൻ ഒരു പാടില്ല. നിങ്ങൾ ഓർത്ത് വെക്കണം, ബേസ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കണ്ടോ ബേസിലേക്കായിരിക്കും. കണ്ടോ IB എങ്ങോട്ടേക്കാ ഫ്ലോ ചെയ്യുന്നത്? ബേസിലേക്ക്. ദെൻ കളക്ടർ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെ വരയ്ക്കുക, കളക്ടർ ടെർമിനലിലേക്കാണ് വരുന്നത്. ബിക്കോസ് സപ്ലൈ കൊടുക്കുന്നത് നമ്മൾ ഇവിടെയായിട്ടായിരിക്കും സപ്ലൈ കൊടുക്കുന്നത്. സപ്ലൈയിൽ നിന്ന് കളക്ടർ ടെർമിനലിലേക്കാണ് IC ഫ്ലോ ചെയ്യുന്നത്. ആൻഡ് IE ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഇതാണ്, കണ്ടോ, ഇവിടുന്ന് താഴോട്ടാണ്. നിങ്ങൾ KCL പഠിച്ചിട്ടുണ്ടാവുമല്ലോ, KCL, കിർച്ചോഫ്സ് കറണ്ട് ലോ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു നോഡിലേക്ക്, ഇതൊരു നോഡായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യും. ഞാനിവിടെ പറയും ഒരു നോഡായിട്ട് ശരിക്കും നോഡൊന്നും അല്ല, ഞാൻ ആ ഒരു കൺസെപ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. IB ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നു അല്ലേ, ഈ നോഡിലേക്ക് ICയും ഫ്ലോ ചെയ്യുന്നു. ഈ നോഡിന്റെ പുറത്തേക്ക് IE. ഇതേ കണക്ഷൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുക, കണ്ടോ. IB ഉള്ളിലേക്ക് പോകുന്നു, ICയും ഈ നോഡിലേക്ക് വരുന്നു, IE നോഡിന്റെ പുറത്തേക്ക് പോകുന്നു. അപ്പൊ ഈ ഒരു ഡയറക്ഷൻ. അപ്പൊ ഇതിൽ നിന്ന് കിർച്ചോഫ്സ് കറണ്ട് ലോയുടെ ഇതിൽ പറയുന്നത് എന്താ? ടോട്ടൽ കറണ്ട് entering the node is equal to the total current leaving the node. ഈ നോഡിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ട് ഏതൊക്കെയാണ്? IBയും ICയും. ലീവ് ചെയ്യുന്ന കറണ്ട് ഏതാണ്? IE. ഓക്കെ, IE is equal to IB plus IC. ഇത് ഒരിക്കലും മറക്കരുത്, ഇങ്ങനെ ഓർത്ത് വെക്കാവുള്ളൂ, തിരിഞ്ഞു പോകരുത്. IE, ഈ എമിറ്റർ കറണ്ട് കണ്ടോ, എമിറ്ററിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട് IE എന്ന് പറഞ്ഞാൽ ഈ ബേസ് കറണ്ടും ഈ കളക്ടർ കറണ്ടും കൂടി ചേർന്നായിരിക്കും നമ്മുടെ എമിറ്റർ ടെർമിനലിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട്. IE is equal to IB plus IC. അപ്പൊ ഇത് NPNന്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരു 99% സർക്യൂട്ട് NPN വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ബിക്കോസ് NPNന്റെ അഡ്വാൻറ്റേജ് എന്താ PNPയെ കാട്ടിയും? അതൊക്കെ നിങ്ങൾ SSDയിൽ പഠിക്കും കേട്ടോ. NPNകത്ത് മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസാ. ഈ PNP വരുമ്പോഴേ മെജോറിറ്റി കാരിയർ ഹോൾസാ. നമ്മൾ ഇതിന്റെ രണ്ടിന്റെ മൊബിലിറ്റി നോക്കുവാണെങ്കിൽ, മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്പീഡ്, ആ മൊബിലിറ്റി നോക്കുവാണെങ്കിൽ ഇലക്ട്രോൺസിനാണ് ഹോൾസിനെക്കാട്ടിയും മൊബിലിറ്റി കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ NPN ട്രാൻസിസ്റ്റേഴ്സ് ആണ് PNPയെ കാട്ടിയും കൂടുതൽ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. കാരണം ഇലക്ട്രോൺസിന്റെ മൊബിലിറ്റിയാണ് ഹോൾസിനെക്കാട്ടിയും കൂടുതൽ. അത് കാരണം കൊണ്ട് പലപ്പോഴും നമ്മൾ NPN ആണ് PNPയെ കാട്ടിയും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ തിയററ്റിക്കലി നമ്മൾ പറയുമ്പോൾ NPNും എടുക്കും PNPയും എടുക്കും. ഓക്കെ, ഇത് NPN ട്രാൻസിസ്റ്ററിന്റെ കറണ്ട് ഫ്ലോ ആണ്. PNP ആണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും വരിക, ഈ കറണ്ട് ഡയറക്ഷൻ തിരിച്ചായിട്ടും വരിക. അതിന്റെ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും അത് ഞാൻ പറഞ്ഞുതരാം. കറണ്ട് ഫ്ലോ ഡയറക്ഷൻ തിരിച്ചാണെങ്കിലും ഈ ലോ ഇത് സാറ്റിസ്ഫൈ ചെയ്യും.
ആ പോയിന്റിലേക്ക് ഞാൻ വരാം. അപ്പൊ ഈ NPN ട്രാൻസിസ്റ്റർ ആണ്. ഇത് ഏതാണ്? NPN ട്രാൻസിസ്റ്റർ ആണ്. NPN ട്രാൻസിസ്റ്ററിന്റെ ബേസ് കറണ്ടും കളക്ടർ കറണ്ടും എമിറ്റർ കറണ്ടും ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സി ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് എടുത്തിട്ടിരിക്കുന്നതേ ഉള്ളൂ. ഇത് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും കേട്ടോ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി. അപ്പൊ നമ്മൾ അവിടെ പഠിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇങ്ങനെയല്ലേ? NPN എങ്ങനെയാ വരയ്ക്കുക? N ഇത്, പിന്നെ ചെറിയ ഒരു വിട്ട് കൊടുക്കും, ഇത് P, ഇത് N അല്ലെ? NPN ഇങ്ങനെയാ നമ്മൾ വരയ്ക്കുന്നത്. എന്നിട്ട് എന്താ, എന്നില് N എന്ന് പറയുന്നത് കുറെ മെജോറിറ്റി കരിയേഴ്സും ഉണ്ട്, മൈനോറിറ്റി കരിയേഴ്സും ഉണ്ട്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം ഒന്ന് റീകളക്ട് ചെയ്താൽ മതി, അറിയത്തില്ലെങ്കിൽ ഇത് വിട്ടേരെ. ഇത് നമ്മുടെ സർക്യൂട്ട്സിന്, ഇലക്ട്രോണിക് സർക്യൂട്ട്സ് പഠിക്കാനായിട്ട് ഇത് ആവശ്യമില്ല. ഓക്കെ, ഞാൻ പിന്നെ ആർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒന്ന് റീകളക്ട് ചെയ്യാം, അതേ ഉള്ളൂ. എന്നിൽ ഉള്ള മെജോറിറ്റി കാരിയേഴ്സ് ഏതാ ഓർക്കുന്നുണ്ടോ? എന്നിലുള്ള N ടൈപ്പിലുള്ള മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. അതിനെ നമ്മൾ ഇതേ ഇലക്ട്രോൺസ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും, മൈനസ് വെച്ച്. ഓക്കെ, അതുപോലെ തന്നെ പിയിൽ ഇവിടെ ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി കാരിയേഴ്സ്. പിയിലുള്ള മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ്, അവിടെ നമ്മൾ പ്ലസ് ഇട്ട് റെപ്രസെന്റ് ചെയ്യും. പക്ഷെ ഈ N ആണേലും P ആണേലും ഈ N ആണേലും അത് ശരിക്കും ഒറ്റയ്ക്ക് നമ്മളിങ്ങനെ എടുക്കുവാണെങ്കിൽ അത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറഞ്ഞ് നമ്മൾ SSDയിൽ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇലക്ട്രിക്കലി ന്യൂട്രൽ, അതായത് ഇവിടെ ഈ മൈനസ് ഉണ്ടെങ്കിലും ശരിക്കും അതിനെ ഇങ്ങനെ ആ ഒരു നെഗറ്റീവ് എന്താ പറയാ, നെഗറ്റീവ് ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് അവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു N ടൈപ്പില് ഈ ഇലക്ട്രോൺസ് കൂടാണ്ട് ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് വട്ടത്തിലിട്ട് കാണിച്ചിരിക്കുന്നത്, പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പിയിലുള്ള മെജോറിറ്റി കാരിയർ ഹോൾ ആണ്, പക്ഷെ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് P. ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്, നമ്മൾ ബയാസിംഗ് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. അപ്പോൾ ആ കേസിൽ ഈ ഹോൾസിന്റെ ചാർജ് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മൈനസ് ഉള്ള അയോൺസിനെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ SSDയിൽ പഠിക്കുന്നതാണ്. ജസ്റ്റ് ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. ആ ഫിഗർ നിങ്ങളെ ഒന്ന് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ആ ട്രാൻസിസ്റ്ററിന്റെ ഒരു സ്ട്രക്ചർ. ഇവിടെ നേരെ തിരിച്ചിങ്ങനെ വെർട്ടിക്കലായിട്ട് വരച്ചിരിക്കുക, ബിക്കോസ് നമ്മൾ NPN നമ്മൾ ഇങ്ങനെയല്ലേ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ NPN-നെ N ഇത്, P ഇത്, N ഇത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ഒരു ഇത് കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇത് കളക്ടർ, ഇത് ബേസ്, ഇത് എമിറ്റർ. ഓക്കെ, NPN. പിന്നെ അവിടെ SSDയിൽ നമ്മൾ ഡിപ്ലേഷൻ റീജിയൻ, ഡിപ്ലേഷൻ ലെയർ വിഡ്ത്തിന്റെ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഫിഗർ എടുത്തിട്ടത്. ഇതിനകത്തുനിന്ന് നമ്മൾ ബയാസിംഗ് കൊടുക്കുമ്പോൾ കറന്റ് ഫ്ലോ, ഇലക്ട്രോൺസ് അങ്ങോട്ട് പോകുന്നു, ഹോൾസ് ഇങ്ങോട്ട് വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ഇവിടെയല്ല. വീണ്ടും അത് SSDയിൽ നമ്മൾ പഠിക്കും കേട്ടോ, ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അവിടെ പഠിക്കും. അപ്പൊ ഇത് ആ ഒരു ട്രാൻസിസ്റ്റർ സ്ട്രക്ചർ ഞാൻ കാണിച്ചു തന്നിരിക്കുന്നതേ ഉള്ളൂ. ഇനി ഈ ഒരു ട്രാൻസിസ്റ്ററിനെ സർക്യൂട്ട്സിൽ മൊത്തം നമ്മൾ ഈ ഒരു ഫിഗറിനെ ഇങ്ങനെ വരയ്ക്കത്തില്ല. ഈ ഫിഗറിന് പകരം നമ്മൾ എപ്പോഴും സിമ്പിൾ ആയിരിക്കും യൂസ് ചെയ്യുന്നത് കേട്ടോ, സിമ്പിൾ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ ആ ഒരു ട്രാൻസിസ്റ്ററിനെ നമ്മൾ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഇതുകൊണ്ട് ഞാനിത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഈ മൈനസ് കാണിച്ചിരിക്കുന്നത് ജസ്റ്റ് കാരിയേഴ്സിനെ കാണിച്ചിരിക്കുവാണ്. പീഡ് ഇവിടെ നെഗറ്റീവ് ആയത് കാരണം അവിടെ ഇലക്ട്രോൺ എന്നുള്ളൊരു മീനിങ് അല്ല, ഇങ്ങനെ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു ട്രാൻസിസ്റ്ററിനെ ബയാസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ അർത്ഥം? ട്രാൻസിസ്റ്ററിനെ ബയാസ് ചെയ്യാന്ന് പറഞ്ഞാൽ, അതായത് ഒരു NPN ഇങ്ങനെ എടുക്കുവാണെങ്കിൽ അതിന് നമ്മൾ ബയാസിങ് ഒന്നും കൊടുത്തില്ല. ബയാസിങ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ഒന്നും കണക്ട് ചെയ്തില്ല. ബയാസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയ സപ്ലൈ, ആ ട്രാൻസിസ്റ്ററിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സപ്ലൈ കൊടുക്കണം. അതാണ് ബയാസിങ് എന്ന് പറയുന്നത്. ബയാസിങ് ഒന്നും കൊടുത്തില്ലെങ്കിൽ ശരിക്കും ഇത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ടിരിക്കും, കറണ്ട് ഫ്ലോ ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷെ നമ്മൾ വൺസ് ഇതിനെ ബയാസിങ് കൊടുക്കുവാണെങ്കിൽ അതിൽ കൂടി കറണ്ട് എല്ലാം കറണ്ട് വിൽ സ്റ്റാർട്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. എമിറ്ററിൽ നിന്ന് ബേസ് വഴി കളക്ടറിലേക്ക് കറണ്ട് പോകും. NPN ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ശരിക്കും എന്താ അറിയാവോ, ഇവിടെ എമിറ്ററിൽ നിന്ന് ബേസ് വഴി കളക്ടറിലേക്ക് കറണ്ട് പോകും. അപ്പം എമിറ്ററും നമ്മൾ ബയാസ് ചെയ്യുമ്പോഴത്തേക്കും എമിറ്റർ എല്ലാ കറണ്ട് ഇതിനകത്തൂടി ഫ്ലോ ചെയ്ത് തുടങ്ങും. എമിറ്റർ കറണ്ട്, ബേസ് കറണ്ട്, കളക്ടർ കറണ്ട് ഒക്കെ. ഓക്കെ, ഈ ഒരു ഫിഗർ ഒന്നുമില്ല, നിങ്ങളെ ബയസിങ് ജസ്റ്റ് എന്താണെന്നൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇൻ ഡീറ്റെയിൽ ഇതെല്ലാം നമ്മൾ പഠിക്കും എന്താണെന്ന്. കണ്ടോ ഇവിടെ ഈ നോർമലി ഈ ഒരു റീജിയൻ ഉണ്ടല്ലോ, ഈ ഒരു റീജിയൻ, ഈ N-നെയും P-യെയും ശരിക്കും ഫോർവേഡ് ബയാസ് ചെയ്യാന്ന് പറയും. അതിന് ജസ്റ്റ് എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. എങ്ങനെയാണ് ബയാസിങ് വരുന്നതെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പൊ ഇതിനെ ബയാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു റെസിസ്റ്റർ വെക്കും, അതിന്റെ യൂസ് ഒക്കെ നമ്മൾ പഠിക്കും. എഗെയിൻ ഈ അടുത്ത ഒരു ട്രാൻസിസ്റ്ററിന്റെ മറ്റൊരു പോർഷൻ അല്ലെങ്കിൽ മറ്റൊരു ജംഗ്ഷനെ നമ്മൾ ബയാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സപ്ലൈ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ജംഗ്ഷൻ എന്നൊക്കെ പേര് പറഞ്ഞു, അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പൊ ഈ ഒരു സപ്ലൈ, ഇങ്ങനെ സപ്ലൈ ട്രാൻസിസ്റ്ററിനെ കണ്ടോ ഓൺ ആകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബയാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ട് സപ്ലൈ നമ്മൾ കണക്ട് ചെയ്യും. അതിനെയാണ് ബയാസിങ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ആ ഫിഗർ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി
അപ്പം ഞാൻ പറഞ്ഞു ട്രാൻസിസ്റ്റർ നമ്മൾ ബയാസ് ചെയ്ത് കഴിയുമ്പോൾ ഇലക്ട്രോൺ എമിറ്ററിൽ നിന്ന് ബേസ് വഴി കളക്ടറിലേക്ക് പോകും. ഓക്കെ, പക്ഷെ എമിറ്ററിൽ നിന്ന് കൊണ്ടുവരുന്ന എല്ലാ ഇലക്ട്രോൺസും കളക്ടറിലേക്ക് എത്തില്ല. കുറച്ച് ബേസിൽ നഷ്ടപ്പെട്ടു പോകും. റീകോമ്പിനേഷൻ വഴി ബേസിൽ നഷ്ടപ്പെട്ടു പോകും. അതൊക്കെ നമ്മൾ SSD പഠിക്കുന്നതാണ്. ഞാൻ ഇവിടെ ഒരു ജസ്റ്റ് ഒരു ക്വിക്ക് റിവിഷൻ പോലെ, അതിന്റെ ആവശ്യമില്ല ഇത് മനസ്സിലാക്കാൻ, ബട്ട് സ്റ്റിൽ. അപ്പം നോർമലി നമ്മുടെ ഇവിടെ എമിറ്റർ ഉണ്ട്. ദിസ് ഈസ് എമിറ്റർ, ദിസ് ഈസ് എമിറ്റർ. പിന്നെന്താണ്, ബേസ് ഉണ്ട്, കളക്ടറും ഉണ്ട്. അപ്പൊ ശരിക്കും NPN ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ഈ എമിറ്ററിൽ നിന്ന് നമ്മൾ ബയാസിങ് കൊടുക്കുമ്പോൾ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ 100 ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് വരുവാണെന്ന് വിചാരിക്കും. ബേസിലേക്ക് എത്തുമ്പോഴത്തേക്കും ഈ 100 ഇലക്ട്രോൺസിൽ നിന്ന് കുറച്ച്, ഇവിടെ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടും ബേസിൽ. റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞ ഒരു റീകോമ്പിനേഷൻ, ബേസിൽ റീകോമ്പിനേഷൻ നടക്കും. റീകോമ്പിനേഷൻ നടക്കുന്നത് വഴി കുറച്ച് ഇലക്ട്രോൺസ് ബേസിൽ നഷ്ടപ്പെടും. ബാക്കി ഇവിടെ നിന്ന് ഒരെണ്ണം നഷ്ടപ്പെടുവാണെങ്കിൽ ബാക്കി 99 എണ്ണവേ ഈ കളക്ടറിലേക്ക് എത്തത്തുള്ളൂ. അപ്പം ഈ ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, കറന്റ് ഫ്ലോ. അപ്പൊ മൊത്തം ഇലക്ട്രോൺ എമിറ്ററിൽ നിന്ന് ഫ്ലോ ചെയ്യുന്ന മൊത്തം കറണ്ടും കളക്ടറിലേക്ക് എത്തത്തില്ല. അതാണ് ഇവിടെ ആ ഒരു മീനിങ് പറയുന്നത്. ഇലക്ട്രോൺ എമിറ്ററിൽ നിന്ന് കളക്ടറിലേക്ക് വരും, പക്ഷെ കുറച്ച് ഒരു 1% ഫെയിൽ നടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ മുമ്പേ നിങ്ങൾക്ക് പറഞ്ഞു തന്ന അതേ ഇക്വേഷൻ ആണ്. നമ്മൾ KCL വെച്ച് അപ്ലൈ ചെയ്യുന്ന എമിറ്റർ കറന്റ് ഈസ് ഈക്വൽ ടു ബേസ് കറന്റ് പ്ലസ് കളക്ടർ കറന്റ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ് ഇത്. ഇപ്പൊ ഞാൻ മുമ്പ് നിങ്ങളെ കാണിച്ചു തന്ന സെയിം ഇക്വേഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടിയ 2 പാരാമീറ്ററും കൂടി ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുവാണ്. ഓക്കെ, ഈ റീകോമ്പിനേഷൻ കാര്യങ്ങളും എല്ലാം നിങ്ങൾ പഠിക്കുന്നത് SSD-യിലാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ വേണ്ടിയ ഇവിടെ 2 പാരാമീറ്റർ ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ കറണ്ട് ഗെയിൻ എന്ന് പറയും. കറണ്ട് ഗെയിന്റെ 2 പാരാമീറ്റർ. ഓക്കെ, 2 പാരാമീറ്റർ ഉണ്ട്. അതിവിടെ നമുക്കൊന്ന് ഓർത്തിരിക്കണം. വീണ്ടും ഇതിന്റെ ഡെറിവേഷനും കാര്യങ്ങളൊന്നും നമ്മൾ ഇവിടെ അല്ല. ശരിക്കും ഇതിന്റെ ഒക്കെ ഡെറിവേഷനും കാര്യങ്ങളും നമ്മൾ SSD-യിലാണ് പഠിക്കുന്നത്. ഈ കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കറണ്ട്. ഗെയിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അപ്പൊ ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്, ഇതാണ് കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ. അപ്പോ ഈ ട്രാൻസിസ്റ്ററിന് പല കോൺഫിഗറേഷൻ ഉണ്ട്. കോമൺ ബേസ് ഉണ്ട്, കോമൺ എമിറ്റർ ഉണ്ട്, കോമൺ കളക്ടർ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് കോമൺ ബേസിന് നമ്മൾ ഒരു കറണ്ട് ഗെയിൻ കൊടുക്കും. കോമൺ എമിറ്ററിന് നമ്മൾ വേറൊരു രീതിയിലായിരിക്കും കറണ്ട് ഗെയിൻ നൊട്ടേഷൻ വരുന്നത്. ഓക്കെ, ആൽഫ ശരിക്കും കോമൺ ബേസിന്റെ കറണ്ട് ഗെയിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആൽഫ. ബീറ്റ റെപ്രസെന്റ് ചെയ്യുന്നത് കോമൺ എമിറ്ററിന്റെ കറണ്ട് ഗെയിൻ ആണ്. പിന്നെ ഈ കറണ്ട് ഗെയിനിൽ തന്നെ DC കറണ്ട് ഗെയിനും AC കറണ്ട് ഗെയിനും ഉണ്ട്. ഓക്കെ, അതും നമ്മൾ ലേറ്റർ ഓൺ നമ്മൾ ഇൻഡെപ്തി പഠിക്കും. നിങ്ങൾക്ക് തൽക്കാലം ഇപ്പൊ DC എന്ന് എഴുതുന്നില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ആൽഫ ബീറ്റ എന്ന് ജസ്റ്റ് ബൈ ഡിഫോൾട്ട് എഴുതിയാലും അതിൽ DC കറണ്ട് ഗെയിൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ തൽക്കാലം സ്റ്റാർട്ട് ചെയ്യുന്നത് DC വെച്ചിട്ടാണ്. അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇപ്പം ലേറ്റർ ഓൺ AC പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് ക്ലിയർ ആകും. ഓക്കെ, അപ്പൊ 2 കറണ്ട് ഗെയിൻ ഉണ്ട് നമ്മളിവിടെ പറയുന്നത്. ആൽഫയും ഉണ്ട്, ബീറ്റയും ഉണ്ട്. ആൽഫ എന്ന് പറയുന്നത് കോമൺ ബേസ് കറണ്ട് ഗെയിനും ബീറ്റ എന്ന് പറഞ്ഞാൽ കോമൺ എമിറ്റർ കറണ്ട് ഗെയിനുമാണ്. ഓക്കെ, ഇത് ഫോർമുല കോമൺ ബേസിനുള്ളതാണ്. ഇത് കോമൺ ബേസിനകത്ത് വരുന്നത് ആ ബേസ് കറണ്ട് വരത്തില്ല ഇക്വേഷനിൽ. കളക്ടർ കറണ്ട് എമിറ്റർ കറണ്ടേ വരത്തുള്ളൂ. ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്, ബേസ് ആ ഇൻപുട്ട്. ഓക്കെ, ഈ ഒരു ഫോർമുല മാത്രം ഓർത്തിട്ട് നമ്മൾ ഞാൻ അധികം കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ ഒന്നും പറയുന്നില്ല. ഇപ്പം ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെക്കുക. അത് നമുക്ക് കുറച്ച് അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും നമ്മളിത് ഡിറൈവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ കറണ്ട് ഗെയിൻ എന്താണെന്നുള്ളത് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക ഇക്വേഷൻ. ഓക്കെ, ലേറ്റർ ഓൺ ഫോർമുല പ്രോബ്ലംസ് വരുമ്പോഴത്തേക്കും തുടക്കത്തിൽ ചെറുതായിട്ട് ഇതൊന്നും നമുക്ക് ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, അതായത് ഇത് കോമൺ എമിറ്റർ ആണ്. കോമൺ എമിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കറണ്ട് രണ്ടിടത്തും സെയിം ആ, കളക്ടർ കറണ്ട് തന്നെയാണ്. ഇൻപുട്ട് കറണ്ട് മാറും. കോമൺ ബേസിന് ഇൻപുട്ട് കറണ്ട് IE ആണ്. കോമൺ എമിറ്ററിന് ഇൻപുട്ട് കറണ്ട് ബേസ് ആണ്. ഇപ്പൊ കോമൺ ബേസ് ആൽഫ കോമൺ ബേസ് ആണ്. കോമൺ ബേസ് വരുമ്പോൾ ഇൻപുട്ട് കറണ്ട് IE ആയിട്ട് എടുക്കുക. ഇനി കോമൺ എമിറ്ററിന് ബീറ്റയാണ് വരുന്നത്. കോമൺ എമിറ്ററിന്റെ ബീറ്റ വരുമ്പോൾ താഴെയുള്ള കറണ്ട് ബേസ് കറണ്ട് ആയിട്ട് എടുക്കുക. അങ്ങനെ തൽക്കാലം ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഇത് ഞാൻ പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ്, അല്ല മുമ്പേ ഞാൻ കാണിച്ച ഫിഗർ തന്നെയാണ്. നോക്കിക്കേ, ബേസ് കറണ്ട് ഉള്ളിലേക്ക് പോകുന്നു, കളക്ടർ കറണ്ട്, എമിറ്റർ കറണ്ട്. പിന്നെ ഈ ഒരു കാണിച്ചിരിക്കുന്നത് ഇലക്ട്രോണിന്റെ ഫ്ലോ ആണ് കേട്ടോ. ശരിക്കും കറണ്ട് ഫ്ലോ ഇങ്ങോട്ടേക്കാണെങ്കിൽ ഇലക്ട്രോൺ ഫ്ലോ നേരെ തിരിച്ചായിരിക്കും. ഇതെല്ലാം നമ്മൾ SSD-യിൽ നിങ്ങൾ പഠിക്കും. അപ്പൊ ഇപ്പൊ തൽക്കാലം ഇതിന്റെ ഒരു ആവശ്യമില്ല, എന്നിട്ടേ ഉള്ളൂ. തൽക്കാലം ഈ ഒരു കറണ്ട് ഫ്ലോയുടെ ഇക്വേഷൻ മാത്രം മതി. ഓക്കെ, ഞാൻ ഇലക്ട്രോൺ ഫ്ലോയിലേക്ക് പോകുന്നില്ല. നമുക്ക് കറണ്ട് ഫ്ലോ മാത്രം മതി. ഇലക്ട്രോൺ ഫ്ലോ വരുന്നത് SSD-യിലാണ്.
കോമൺ ബേസും കോമൺ എമിറ്ററും പറഞ്ഞു. അപ്പൊ കോമൺ കളക്ടറിന്റെ കേസ് വേണ്ടേ? കോമൺ കളക്ടർ ഉണ്ട് ഗാമ. പക്ഷേ ഈ കറന്റ് ഗെയിൻ നോക്കുവാണെങ്കിൽ ഈ ഗാമയ്ക്ക് തീരെ പ്രാധാന്യമില്ല. ഇതിനൊരു വാല്യൂ ഉണ്ടല്ലോ. നോർമലി നമ്മൾ കറന്റ് ഗെയിൻ എടുക്കുമ്പോഴത്തേക്കും ഗാമയുടെ എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ തൽക്കാലം കോമൺ ബേസും കോമൺ എമിറ്ററിലേ ചോദിക്കത്തുള്ളൂ. ഗാമയുടെ അതിന്റെ ആ ഒരു എന്താ കറന്റ് ഗെയിനിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവായതുകൊണ്ട് നമ്മൾ കോമൺ കളക്ടറിന് അത് എടുക്കത്തില്ല. കോമൺ എമിറ്ററിനും കോമൺ ബേസിനും മതി. കോമൺ കളക്ടറിന് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഗാമയാണ്. അത് ഞാൻ കാണിച്ചു തരാം. അതും കൂടി നിങ്ങൾ ഓർത്തോളൂ. പക്ഷെ പ്രോബ്ലം എപ്പോഴും ആൽഫയും ബീറ്റയും വെച്ചിട്ട് തന്നെ ആയിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഗാമയാണ് കോമൺ കളക്ടറിന് വരുന്നത്. ഓക്കെ, കോമൺ കളക്ടറിന് വരുന്നത് ഗാമ. ഈ ഗാമയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ട് വെച്ച് പറയത്തില്ല. നോർമലി ഗാമ എങ്ങനെയാ പ്രോബ്ലം വരുന്നതെന്ന് അറിയാവോ? ആൽഫയുടെയും ബീറ്റയുടെയും ഏതെങ്കിലും ഒരു വാല്യൂ തന്നിട്ട് ഗാമ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അങ്ങനെയാ നോർമലി ചോദിക്കുക. അപ്പൊ ഗാമയാണ് കോമൺ കളക്ടറിലെ കറണ്ട് ഗെയിൻ. അപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇക്വേഷൻ ഇതാണ്. ഒന്നുകിൽ ബീറ്റ ക്വസ്റ്റ്യനിൽ തരും, അങ്ങനെയാണെങ്കിൽ 1 + ബീറ്റ ആയിരിക്കും ഗാമ. അല്ലെങ്കിൽ ആൽഫ ക്വസ്റ്റ്യനിൽ തരും, അങ്ങനെയാണെങ്കിൽ 1/1 - ആൽഫയാണ് ഈ ഗാമയുടെ ഇക്വേഷൻ. കേട്ടോ? അപ്പൊ ഇത് ഓർത്താൽ മതി. ഇത് നമ്മൾ ഈ കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ കോൺഫിഗറേഷനുകൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ മനസ്സിലാകും ഏത് കോൺഫിഗറേഷൻ ആണ് നമ്മൾ കറന്റ് ഗെയിൻ നല്ലതായിട്ട് വരുന്നത്, ഏത് കോൺഫിഗറേഷൻ ആണ് വോൾട്ടേജ് ഗെയിൻ നല്ലതായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ പഠിക്കും. കേട്ടോ? അതുകൊണ്ടാണ് കോമൺ കളക്ടറിനെ ഞാൻ ഇവിടെ പറയാതെ പോയത്. ആൽഫയും ബീറ്റയും മതി നമുക്ക് തൽക്കാലം ടൈം ബീയിങ്ങിന്. നമ്മൾ ഓരോ കോൺഫിഗറേഷൻ പഠിക്കുമ്പോൾ നമ്മളത് പഠിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ മാം. ഓക്കെ. അപ്പൊ ഈ ഒരു ഞാൻ ചോദിച്ചതുകൊണ്ട് ഞാൻ ഇത് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ആൽഫയും ബീറ്റയും തന്നിട്ടുണ്ടെങ്കിൽ കോമൺ കളക്ടറിന്റെ കറന്റ് ഗെയിൻ ആയ ഗാമയുടെ ഇക്വേഷൻ ഇതാണ്. ഓക്കെ, ഇത് നമ്മൾ വഴിയെ പഠിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ ആൽഫയുടെ വാല്യൂ ഉണ്ടല്ലോ, ആൽഫ എന്ന് പറഞ്ഞാൽ 1-ന് അടുത്തുള്ള ഒരു വാല്യൂ ആയിരിക്കും. ഈ ആൽഫയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്ലൈറ്റ്ലി 1-ന് അടുത്ത് പറഞ്ഞാൽ <1 ആയിരിക്കും. സ്ലൈറ്റ്ലി <1 ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും. സ്ലൈറ്റ്ലി <1 ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും ആൽഫയ്ക്ക്. പക്ഷെ ബീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ നോർമലി ഒരു ലാർജ് നമ്പർ ആയിരിക്കും. കേട്ടോ? ഒരു ലാർജ് നമ്പർ ആയിരിക്കും. ലാർജ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു 99, ചില കേസിൽ നമ്മൾ 100 ആയിട്ടൊക്കെ എടുക്കാറുണ്ട്. 99, 100 ഒക്കെ ആയിരിക്കും ബീറ്റ. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചോണം. ഗാമയുടെ വാല്യൂ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി <1 ആയിരിക്കും. ബീറ്റയുടെ വാല്യൂ ഇതായിരിക്കും. ഓക്കെ.